ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഈസി ആയിട്ട് ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാബേജിൻ്റെ ഈ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പുറം ഭാഗത്ത് ആവശ്യമില്ലാത്ത തൊലികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ സൈഡ് ഭാഗത്ത് ഒരു കട്ടിയായിട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ കൈ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ചോപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. എത്രയാണ് വലിപ്പമൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും ചെറുതായി കട്ട് ചെയ്യുന്നതാണ് തോരൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുകയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എൻ്റെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേൽഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചെടുക്കുന്ന ചോപ്പറല്ല. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാൽഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടത് ഇതുപോലെ ചോപ്പാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. പല ടൈപ്പിലും തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 2 പിടി തേങ്ങയൊക്കെ നിങ്ങൾ ക്യാബേജ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചധികം ക്യാബേജ് ഉണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങ ആവശ്യമായിട്ട് വരും. കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 1/2 സ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.